കിഡീസ്. അപ്പോൾ വിയറ്റ്നാം ഡേ 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർബിൾ മൗണ്ടെയിൻ കാണാൻ പോവാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് പറയാം. Hello, morning. Yes, Aru. Yes, for Marble Mountain and then Yeah. Thank you. Thank you. അപ്പം നമ്മൾ ഒരു ഗ്രൂപ്പ് ടൂറാണ് ബുക്ക് ചെയ്തത്. ഇതൊരു ഹാഫ് ഡേ ടൂറാണ്. അപ്പം നമ്മുടെ വാനൊക്കെ വന്നിട്ടുണ്ട്. ഓൾറെഡി ഇതിൽ ബുക്ക് ചെയ്ത ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ അവരുടെ കൂടെ ജോയിൻ ചെയ്തു. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ലേഡി ബുദ്ധ പഗോഡ, അതിനെ കാണാനാണ് പോകുന്നത്. അതിന് ശേഷം നമ്മൾ മാർബിൾ മൗണ്ടെയിൻ കാണാനായിട്ട് പോകും. അപ്പോൾ സ്ട്രെയിറ്റ് ടു ലേഡി ബുദ്ധ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. Hello, Miss. What's your name? So in this area, we have other kind of monkeys. We call the colorful monkeys because this monkey have 5 colors: the red, yellow, white, black, and Nero. Okay, but it's only appear in the deep jungle. അങ്ങനെ നമ്മൾ ലേഡി ബുദ്ധേരെ അവിടെ എത്തി. പിന്നെ ഇങ്ങനത്തെയുള്ള രാജ്യങ്ങളിലൊക്കെ വരുമ്പോൾ സ്ഥിരം കാഴ്ച എന്നുള്ള പോലെ കുറേ അധികം കുരങ്ങന്മാർ അവിടെ കിടന്ന് നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ ഫോണും ബാഗും ഒക്കെ സൂക്ഷിച്ചിട്ട് നടക്കണ്ടായിരുന്നത്. എപ്പോഴാണ് ഇവന്മാർ തട്ടിക്കൊണ്ടു പോകാന്ന് അറിയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതാണ് ഈ ബാക്കിൽ കാണുന്നതാണ് ഈ ഒരു ടെമ്പിളാണ്. അപ്പോൾ ആ ടെമ്പിളിൻ്റെ മുമ്പിലായിട്ട് ഇവർ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള എല്ലാ ചെടികളും ബോൺസായി ചെടികളാണ്. ഏതാണ്ട് 100 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് ഈ ഇത് ചെടിക്ക്. പിന്നെ ആ കാണുന്നതാണ് ലേഡി ബുദ്ധയുടെ സ്റ്റാച്യു എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ ടെമ്പിളിലൊക്കെ കയറി, ഈ ടെമ്പിളിൽ കയറാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് ജീൻസ് ഒന്നും ഇട്ടിട്ട് കയറാനായിട്ട് പറ്റില്ല. അപ്പോൾ അവർ ഓൾറെഡി കുറച്ച് ഒരു പാവാട പോലത്തെ ഒരു സാധനമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനും അവരുമൊക്കെ എല്ലാവരും ഇട്ടിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് എന്നിട്ട് ഇറങ്ങി. പിന്നെ ഇവിടെ നിന്ന് 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. വ്യൂ അവിടെ നിന്ന് നേരിട്ട് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് നല്ല വ്യൂ ആയിരുന്നു. പിന്നെ ഇനി നമ്മൾ ലേഡി ബുദ്ധയുടെ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇപ്പം നമ്മൾ ഇവിടെയുള്ള ഏറ്റവും വലിയ ബുദ്ധ ടെമ്പിളിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ കണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ എന്താ ഫീമെയിൽ ബുദ്ധ, ലേഡി ബുദ്ധയുടെ വലിയൊരു സ്റ്റാച്യു ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് പോവാണ്. ഇത് ഇന്നലെ വാങ്ങിയ തൊപ്പിയാണ്. ഇത് ഇവരുടെ വിയറ്റ്നാമീസ് തൊപ്പിയാണ്. എന്തായാലും ഇപ്പോഴാണല്ലോ ഇടാന്ന് വിചാരിച്ചു. അങ്ങനെ ലേഡി ബുദ്ധ സ്റ്റാറ്റ്യൂവിൻ്റെ നമ്മൾ മുന്നിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ നല്ല രസമായിരുന്നു. സ്കൈ നല്ല ക്ലിയർ ആയ കാരണം കൊണ്ട് നല്ല തെളിഞ്ഞ ആകാശമൊക്കെ കണ്ട് ആ സ്റ്റാറ്റ്യൂ കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര പുറപ്പെട്ടു. ഇനി നമ്മൾ പോകുന്നത് മാർബിൾ മൗണ്ടെയിൻ കാണാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന ബീച്ച് ഉണ്ടല്ലോ, ഇത് ആണ് മെയിൻ ദനാങ് ഏരിയ കേട്ടോ. ദനാങ് സിറ്റിയിലുള്ള ബീച്ചാണിത്. അങ്ങനെ നമ്മൾ മാർബിൾ മൗണ്ടെയിൻ്റെ അവിടെ എത്തി. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ലിഫ്റ്റ്. പക്ഷേ ലിഫ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തിട്ട് കയറാം. പക്ഷെ അവിടെ വൻ ക്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ കൂടെയുള്ള എല്ലാവരും സ്റ്റെപ്പൊക്കെ കയറി പോകാനുള്ള തീരുമാനമായിരുന്നു. അപ്പം നമ്മളും എന്നാൽ പിന്നെ സ്റ്റെപ്പൊക്കെ കയറാമെന്നുള്ള പ്ലാനിൽ അങ്ങ് നടക്കാനായിട്ട് പോവാണ്. ഇത് കണ്ടിട്ട് കുറേ അധികം സ്റ്റെപ്പ് കയറേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. ഇതൊരു നല്ല ഐഡിയ ആണോ? ഈശോ, ഇത് വലിയ സ്റ്റെപ്പാ.
നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കയറാനായിട്ട് തുടങ്ങി. അത്ര വലിയ വഴിയൊന്നല്ല ഇവർ ഉണ്ടാക്കി നോക്കണ്. ചെറിയതായിട്ടുള്ള ഇടവഴി കൂടെ ഒക്കെ പോയിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ എത്തുന്നത്. നമുക്കൊരു ക്ലോസ്ട്രോഫോബിയ ഒക്കെ ഫീൽ ചെയ്തിരുന്നു. പക്ഷെ ഓൾറെഡി അവർ നല്ല രീതിയിൽ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ള കാരണം കൊണ്ട് അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇവരിത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് പോകും. പക്ഷെ നല്ല രസമുണ്ട് അതിൻ്റെ ഉള്ളിൽ കാണാനൊക്കെ. നമ്മളിപ്പോൾ പോകുന്നത് ഹെൽ കേവിലേക്കാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഹെൽ കേവും ഉണ്ട്, പാരഡൈസ് കേവും ഉണ്ട്. ഇപ്പം ഹെല്ലിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓ, ഇതിങ്ങനെ ഈ കേവൊക്കെ ഇങ്ങനെ ഉണ്ടായി. And at the hell place, you can see a lot of statues. This is why about the human, if they make the criminals when they still alive, or the നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഭയങ്കര നാരോയാണ്. ഓക്കെ, ഇവിടെ നിന്നാലോ? ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ടേ എനർജി ഇല്ല. ഇപ്പം നമ്മളൊരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പം നമ്മൾ ഇപ്പം അപ്പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് നീങ്ങി നിന്ന് കൊടുക്കണം. എന്നിട്ട് അവരെല്ലാവരും പോയതിന് ശേഷം മാത്രമാണ് നമുക്ക് അങ്ങോട്ട് കടക്കാനായിട്ട് പറ്റുള്ളൂ. ഇതുപോലെയൊക്കെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. if they are not loyalty, if the women not loyalty with the husband after death will be like this. They will cut you something to cut the body. Yeah. And they cut the tongue over there. So if the husband is not loyal, what they do? Scared everyone. We'll ask them. It's scary. So if the husband is not loyal, what they do? Yes, The same. അങ്ങനെ നമ്മൾ ഹെല്ലിലത്തെ കാഴ്ചയൊക്കെ കഴിഞ്ഞ് ഇനി ഹെവനിലേക്ക് പോകാനായിട്ടുള്ള പരിപാടി തുടങ്ങി. ഓൾറെഡി ഹെല്ലൊക്കെ പോയി കഴിഞ്ഞ് വന്നപ്പോഴേക്കും എല്ലാവർക്കും ഇത്തിരി ഉഷ്ണിച്ചു. ഹെവൻ ഇത്തിരി ഈസി ആവും എന്നുള്ള രീതിക്കാണ് കയറാൻ തുടങ്ങിയതെങ്കിലും പിന്നീടാണത് മനസ്സിലായത് ഹെവൻ ഹെല്ലായിരുന്നു എന്നുള്ളത്. ഒരു വേർത്തൊലിച്ചിരിക്കുന്നു. ഇത് ഹെവനാണോ എന്നൊരു ഡൗട്ടുണ്ട്. എല്ലാവരും നിനക്കെല്ലാം 10 times better. നമുക്ക് ഹെല്ലിൽ പോവാം. ഇതാണ് വ്യൂ. ഉള്ളത് പറയാലോ. ഇത്ര അധികം അതായത് ഇത്ര അധികം കഷ്ടപ്പെട്ട് കയറി വന്നിട്ട് വാവ് ഫാക്ടറൊന്നും ഇല്ല. കുറേ അധികം ബിൽഡിങ്ങുകളോ പിന്നെ അപ്പുറത്തിപ്പുറത്തായിട്ട് കുറച്ച് മൗണ്ടൈൻ കാണാം. വേണമെന്നുള്ളവർ കയറിയാൽ മതി. ഈ കേറ്റായിരുന്നു എക്സ്പീരിയൻസ്. ആക്ച്വലി നമുക്കൊരു ടെസ്റ്റാണ്, ഔട്ട്കം മെഷറാണ്. അങ്ങനെ അവിടുത്തെ കാഴ്ചയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അതിൻ്റെ താഴെയാണെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ ടെമ്പിൾ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതെല്ലാം എല്ലാവരും കൂടി കാണാനായിട്ട് പോയി. To the cave behind the temple, because the temple now I think they have the limit tourists come inside, and on this small cave, like this cave you can see the statue of Buddha, and the cave on the left side, you can see. അങ്ങനെ ടൂറിൽ പറഞ്ഞിട്ടുള്ള 2 സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ലേഡി ബുദ്ധയും കണ്ടു, അതുപോലെ മാർബിൾ മൗണ്ടൈനും കണ്ടു. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് ഇവിടെ നിന്നൊക്കെ നടന്ന് ഈ ടൂറിൽ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ലഞ്ചും കൂടി ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പം നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ്. അങ്ങനെ എല്ലാവരും കൂടി ലഞ്ചൊക്കെ കഴിച്ചു. അങ്ങനെ ടൂർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പത്രമുള്ളൂ. പിന്നെ കാണാം. ടാറ്റാ.